ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇരുമ്പൻ പുളി അച്ചാറാണ്. ചില സ്ഥലങ്ങളിൽ അത് ചെമ്മീൻ പുളി എന്ന് പറയും. അപ്പോൾ ചെമ്മീൻ പുളിയുടെ ഇപ്പോൾ സീസണാണല്ലോ. അപ്പോൾ മിക്ക വീടുകളിലും ഇപ്പോൾ പുളി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഇരുമ്പൻ പുളി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറുതായി കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ, അപ്പോൾ ഇത് ഉടഞ്ഞു പോകും വേവിച്ച് വരുമ്പോൾ. അതേപോലെ തന്നെ അധികം മൂത്ത ഇരുമ്പൻ പുളി എടുക്കുകയും ചെയ്യരുത്. ഇപ്പോൾ ഞാൻ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. തീരെ ചെറുതായിട്ട് അരിയരുത് കേട്ടോ, കുറച്ച് വലിപ്പം വേണം. ഇതിലേക്ക് അല്പം ഉപ്പ് പുരട്ടി കുറച്ച് നേരം വയ്ക്കാം. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് നമുക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് എള്ളെണ്ണ കേട്ടോ, അച്ചാർ കേടാകാതെയും ഇരിക്കും. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം എണ്ണ ചൂടായി. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് കേട്ടോ, അതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഉലുവ ഇടുന്നുണ്ടെങ്കിൽ കടുക് പൊട്ടുമ്പോൾ തന്നെ ഉലുവ ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ ഉലുവപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പൊടികളുടെ കൂടെയാണ് അത് ഇടാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിട്ട മുളകും കറിവേപ്പിലേക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കൂടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകും വെളുത്തുള്ളി വേപ്പിലയുടെ ഒക്കെ ഒരു പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, നമ്മുടെ സാധാ മുളക് പൊടി. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നല്ല കളറൊക്കെ കിട്ടാനാണ് അച്ചാറിന്. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണോട്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. എന്നിട്ട് നന്നായി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനീഗർ കൂടെ ആഡ് ചെയ്യാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ഇരുമ്പൻ പുളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇരുമ്പൻ പുളി നമ്മൾ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചുകൊണ്ട് അതിന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്ക് കണ്ടോ, അതാണ് ഇതിലേക്ക് കുറച്ചുള്ളത്. വിനാഗിരി കൂടാതെ കുറച്ച് ഉപ്പിൻ്റെയും ആ പുളിയുടെയും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അധികം നേരം നമ്മളിങ്ങനെ വേവിക്കരുത് കേട്ടോ. അധികം നേരം വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ 2 മിനിറ്റ് നമുക്കൊന്നിങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ ഒരല്പം ശർക്കര ഇട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റി ആട്ടോ അച്ചാറിന്. ഇത് നല്ല പുളിയുള്ളതല്ലേ, അപ്പോൾ അല്പം പഞ്ചസാര അല്ലെങ്കിൽ ഒരിത്തിരി ശർക്കര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും അച്ചാറിന് കേട്ടോ. ഇപ്പോൾ ഇരുമ്പൻ പുളി അച്ചാർ റെഡിയായി കഴിഞ്ഞു.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഗ്രേവി ഇല്ലാത്ത പോലെ, ചാറില്ലാത്ത പോലെ തോന്നും. പക്ഷേ ഇങ്ങനെ വെച്ചാൽ മതി. 3-4 ദിവസം കഴിയുമ്പോൾ ഇരുമ്പമ്പുളിയിൽ നിന്നും വീണ്ടും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ധാരാളം വെള്ളം ഇതിനകത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയായ ഇരുമ്പൻപുളി അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.